ശബരിമലയിൽ ദർശനം നടത്തി നടൻ ഗിന്നസ് പക്രു സന്നിധാനത്തും ശരണപാതയിലും ഏർപ്പെടുത്തിയ സൌകര്യങ്ങളിൽ താരം പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്കായി കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് പക്രു ആവശ്യപ്പെടുന്നു. നടനും ഹാസ്യതാരവുമൊക്കെയായ ഗിന്നസ് പക്രുവാണ് സന്നിധാനത്ത് ഇപ്പോൾ സന്ദർശനത്തിനെത്തിയത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. ഇന്നലെ വൈകിട്ട് കയറി. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തി. വൈകുന്നേരം ഒന്ന് തൊഴുതു. രാവിലെ തൊഴുതിട്ട് ഇറങ്ങാൻ വിചാരിക്കുന്നു. എങ്ങനെ പതിവായി എത്താറുണ്ടോ? അതോ പതിവായി എത്താറില്ല. എനിക്ക് തോന്നുന്നത് കോവിഡിന് ശേഷം ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. കാരണം നമുക്ക് അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ ഇത്തവണ എന്തായാലും അത് എന്താ പറയാ, നല്ലൊരു ദർശനം കിട്ടി. ഈ അയ്യപ്പനാണോ ഇഷ്ടദൈവം? അതോ നേരത്തെ മുതലേ ഈ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണോ? വിശ്വാസിയാണ്. അതെ, അയ്യപ്പൻ ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു ചൈതന്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലകാലത്ത് ഇവിടെ വന്ന് കാണുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. അതിവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു വളരെ പ്രത്യേകം എന്ന് പറഞ്ഞൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു എന്താ പറയുന്നത്, നമ്മുടെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ മല ചവിട്ടി വന്നു പടിയൊക്കെ കടന്നു വരുമ്പോ എന്നിട്ട് നെയ്യഭിഷേകമൊക്കെ കാണുമ്പോഴത്തേക്ക് വേറൊരു ഫീലായിരിക്കില്ല? അതാണ് ഭയങ്കരമായൊരു. ഇവിടെ വന്നു നിന്ന് ഇവിടുത്തെ ഈ അന്തരീക്ഷത്തിലെ ഈ ശരണം വിളി തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. അതുപോലെ ഹരിവരാസനം കഴിയുമ്പോഴുള്ള ശരണം വിളി, ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം തന്നെ വേറൊരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയൊരു പ്രത്യേകതയുള്ളൊരു അന്തരീക്ഷം തന്നെയാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എല്ലാവരും കൂടെ വന്ന് കാണേണ്ടതാണ് അയ്യപ്പൻ. വലിയ കാടിനകത്ത് അല്ലെ മല ചവിട്ടി വരുന്ന ഒരു പ്രത്യേക. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? സൗകര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വന്ന വഴിയിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടായിരിക്കല്ലോ. കണ്ടാവുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട്. എന്നുള്ളത് എന്താ പറയുന്നത്, ശാരീരിക പരിമിതികളുള്ള ആളുകൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എല്ലാവർക്കും ഡോലി എന്ന് പറയുന്ന സംഭവം സാധ്യമാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. വരാൻ പറ്റാത്ത ആഗ്രഹമുള്ളവർ. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ളൊരു സംവിധാനം ഉണ്ടാവട്ടെ. ഈ പുതിയ ട്രോളി സംവിധാനമൊക്കെ വരുന്നുണ്ട്, റോപ്പ് വേ ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപക്ഷെ ഒരു പരിഗണന പ്രത്യേകം ഉള്ളവർക്ക് നൽകിയാലല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വലിയൊരു പരിഗണന പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് അത് വലിയ പ്രശ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അവർക്കും അയ്യപ്പനെ കാണാൻ എത്രയും വേഗം സാധിക്കും. തീർച്ചയായും ഒരു പ്രത്യേക ആവശ്യം കൂടി മുന്നോട്ട് വെച്ചാണ് അദ്ദേഹം മലയിറങ്ങാനൊരുങ്ങുന്നത്. കാരണം ഈ ശാരീരികമായ അവശതകളുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ കൂടി അയ്യപ്പനെ ദർശിക്കാനുള്ളൊരു അവസരം നൽകണമെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേവസ്വം ബോർഡൊക്കെ പരിഗണിക്കുമെന്ന് തന്നെ കരുതാം.